സിസ്റ്ററെ, ഈ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ കണ്ടുമുട്ടുമ്പോ കൊളാബ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവം 1912 നമ്മുടെ പുത്തഞ്ചിറയിൽ നടന്നിട്ടുണ്ട്. കൊളാബോ? 1912 ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലാത്ത ആ സമയത്ത് ഒരു സംഭവം സിസ്റ്റർ. അവിടെയാണ് ട്വിസ്റ്റ്. വിശുദ്ധ മറിയം ത്രേസ്യയും വിശുദ്ധ എവുപ്രാസ്യയും ഒരുമിച്ച് കണ്ടുമുട്ടിയ സംഭവം. രണ്ട് വിശുദ്ധര് ഒരേ സ്ഥലത്ത് കണ്ടുമുട്ടിയ സംഭവം. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒല്ലൂര് വെച്ച് വിശുദ്ധ മറിയം ത്രേസ്യ സ്വന്തം ദൈവവിളി തിരിച്ചറിയാൻ വേണ്ടി അവിടെ പോയി നിന്നപ്പോ എവുപ്രാസ്യാമയായിരുന്നു അല്ലേ അവളുടെ മിസ്ട്രസ്? അതെ, എവുപ്രാസ്യാമയുടെ ആത്മീയ ജീവിതവും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ദൈവസ്നേഹവും ഒത്തുചേർന്ന സമയം. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ കുട്ടികള് ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ് റീൽസും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേനെ. ശരിയാ, ഇന്നത്തെ കുട്ടികൾക്ക് വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാനാണ് ഇഷ്ടം. പക്ഷെ ഈ സ്പിരിച്വൽ ഇൻഫ്ലുവൻസേഴ്സ് അന്ന് കണ്ടുമുട്ടിയപ്പോൾ എന്തിനെ പറ്റിയായിരിക്കുമല്ലേ സംസാരിച്ച് കാണാം? ഈ ഈശോയോടുള്ള അവരുടെ ആ ക്രഷ്, അല്ലെങ്കിൽ ആ ഒരു അവരുടെ അടങ്ങാത്ത സ്നേഹത്തെ പറ്റിയൊക്കെ ആയിരിക്കും അല്ലേ? അതിനെന്താ സംശയം? വിശുദ്ധ മറിയം ത്രേസ്യയുടെ പഞ്ചക്ഷതവും വിശുദ്ധ എവുപ്രാസ്യാമയുടെ പ്രാർത്ഥനാ ജീവിതവും ഒന്നിച്ചു ചേർന്നപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബ് രൂപപ്പെട്ടിട്ടുണ്ട്. അവര് ദൈവസ്നേഹത്തെക്കുറിച്ചും ഈശോയെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആത്മാക്കളെ എങ്ങനെ നേടണമെന്നൊക്കെ അവരുടെ ചർച്ചാ വിഷയമായിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നായിരുന്നു, ശരിക്കും വിശുദ്ധരാകുക എന്നാൽ സീരിയസ് ആയി മുഖം കടുപ്പിച്ചിരിക്കുക എന്നതല്ല, നല്ല സ്നേഹത്തിന്റെ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നാണല്ലേ? അതെ, 1912 ഈ കൊളാബ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക, അത് നമ്മെ നല്ല ദൈവിക ബന്ധത്തിലേക്ക് അടുപ്പിക്കും. സോ ലെറ്റ്സ് മൂവ് വിത്ത് മറിയം ത്രേസ്യ.